പിന്നെ മാൻകൊമ്പ്. മാൻകൊമ്പ് ഇതൊരു ഇത്രയുള്ളൊരു തൊണ്ട വെച്ചതാണ്. എൻ്റെ സൗന്ദര്യം ഇതാണ്. ഈ ഇലയുടെ ആകൃതിയും പിന്നെ ഇത് കണ്ടോ, ഇങ്ങനെ വരിക, വിരിഞ്ഞ് വിരിഞ്ഞ് വന്നിട്ട് അതങ്ങ് ഉണങ്ങും. ഇതണ്ട ഈ ഒരു ചെടിയുടെ ഇവിടുന്ന് കണ്ടോ അങ്ങ് തൈകൾ പൊട്ടി 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 ഇതിനി വരുക. ഇത് കണ്ടോ. അതെ അതെ അതെ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു ഹോം ഗാർഡൻ ടൂറുമായിട്ടാണ്. നമ്മുടെ പത്തനംതിട്ട അടൂരുള്ള നമ്മുടെ മിൽമ അമ്മച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ അമ്മച്ചിയുടെ വീടിനോട് ചേർന്ന് തന്നെ അത്യാവശ്യം ചെറിയൊരു ഗാർഡൻ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതലായിട്ടും നമ്മുടെ പൂച്ചെടികൾ, ഇലച്ചെടികൾ, ഹാങ്ങിങ് പ്ലാന്റ്സ്, പിന്നെ അങ്ങനെ കുറേ വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മച്ചി. ഇതിനകത്ത് എടുത്ത് അമ്മച്ചിയെക്കുറിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പല സാധനങ്ങളും റീയൂസ് ചെയ്യുന്ന, അത് വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ അമ്മച്ചി. അപ്പോൾ അമ്മച്ചി ഇത്തരത്തിൽ നമ്മുടെ ഗാർഡനിൻ്റെ അകത്തും അത്തരത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ചതിന് മനസ്സിലാക്കാം. അമ്മച്ചി ഇതെന്താ സംഭവം? ഇത് ഈ പ്ലാവിന് ഒരു റൗണ്ട് കിട്ടിയതാണ്. അത് വെച്ചേക്കുന്ന വേസ്റ്റാണ്. വേസ്റ്റ് ഉണ്ട്, അതെ കണ്ടോ കണ്ടോ, വേസ്റ്റ് കുപ്പിയാണ്, പ്ലാസ്റ്റിക്കിന്റെ കുപ്പി, നമ്മൾ വലിച്ചെറിയുന്ന കുപ്പി. വെള്ളം കുടിച്ചേച്ച് വലിച്ചെറിയുന്ന കുപ്പി എടുത്ത് ഞാൻ നടക്കാൻ പോകുമ്പോൾ പെറുക്കിക്കൊണ്ട് വന്ന് ഈ ബിസ്ക്കറ്റിൻ്റെ കവറ്, പിന്നെ മീൻ ഇറച്ചിയൊക്കെ കഴിക്കുമ്പം കിട്ടുന്ന ആ കവറുകളെ എല്ലാം കഴുകി മാറ്റി വെച്ചിരുന്ന് അത് ഉണക്കി ഇതിനകത്ത് കയറ്റി കമ്പിയിട്ട് ഇടിച്ച് മുറുക്കി ടൈറ്റാക്കി. ടൈറ്റ് ആക്കണം, അല്ല ഒക്കത്തില്ല, അല്ലെങ്കിൽ ഇതങ്ങ് താന്നു പോകും. സിമെന്റ് അങ്ങോട്ട് വെക്കുമ്പോഴേ ഇതങ്ങ് ചള്ളിപ്പോവും. ഇത് നല്ലപോലെ ഇടിച്ച് ടൈറ്റാക്കി. അപ്പൊ ഇതിനകത്ത് കട്ട യൂസ് ചെയ്തിട്ടില്ല നമ്മള്? ഇല്ല, കട്ട ഒട്ടുമില്ല. പ്ലാസ്റ്റിക്കിന്റെ കുപ്പി മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ഉപയോഗിച്ച് നമ്മൾ സിമെന്റ് വെച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോ എത്ര നാളായി ഇങ്ങനെ നിൽക്കുന്നത്? ഇതിപ്പോ 2-3 വർഷമായി. 2-3 വർഷമായി, ഒരു കുഴപ്പമില്ല. ഇല്ല, ഇതേണ്ടേ നല്ല ബലമാണല്ലോ, മഴ പെയ്ത് പായൽ പിടിച്ചെന്നേ ഉള്ളൂ. നല്ല സ്ട്രോങ് ആണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. ആ ഒരു റൗണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് യൂസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഉണ്ടോ? ഓക്കെ, ഈ ഒരു ചെടിയുടെ ഇവിടുന്ന് കണ്ടോ അങ്ങ് തൈകൾ പൊട്ടി 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 ഇതിനി വരുക. ഇത് കണ്ടോ. അതെ അതെ അതെ. ഇത് കണ്ടോ, ഓരോ ഇലയുടെ ഇടയ്ക്കൊന്നും തൈകൾ വരിക, പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് വരിക. ഇത് കണ്ടോ, ഇനി ഇത് തൈയായിട്ട് വരിക, ഇതുപോലെ വരിക. അതേ കണ്ടോ. അങ്ങനെ ഒരു പ്രത്യേകതയാണ് ആ ചെടിക്ക്. ചേച്ചിയുടെ പേരെന്താ? എനിക്ക് പേരറിയത്തില്ല. ഇത് ചെടിയാ? പിന്നെ മാൻകൊമ്പ്. മാൻകൊമ്പ് ഇത് ശരിക്കും ഏത് സ്ഥലത്താണ് കൂടുതൽ കാണപ്പെടുന്നത്? അമേരിക്കയിലൊക്കെ ഉണ്ട് കേട്ടോ. അമേരിക്കയിലൊക്കെ. ഇത് കെട്ടിത്തൂക്കിയിട്ടാണല്ലേ? തൊണ്ട കെട്ടിത്തൂക്കിയിട്ടേക്കുക, ഇങ്ങനെ തൂക്കിയിടാനാണ്. ഇതെന്തിനാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? തൊണ്ടയിൽ. വേണ്ട, എൻ്റെ സൗന്ദര്യം ഇതാണ്. ഈ ഇലയുടെ ആകൃതിയും പിന്നെ ഇത് കണ്ടോ, ഇങ്ങനെ വരിക, വിരിഞ്ഞ് വിരിഞ്ഞ് വന്നിട്ട് അതങ്ങ് ഉണങ്ങും. ഇതണ്ട വലുത് നിൽക്കുന്നു. ഓർക്കിഡ് വളരുന്ന പോലെ വളരും അല്ലേ? ഓർക്കിഡിൻ്റെ ഒരു വേറെ വെറൈറ്റിയാണല്ലേ. പൂ വിളിക്കുമോ ഇത്? പൂവില്ല, ഇല മാത്രമാണ്, ഇലച്ചെടിയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഈ ചോട്ടിലെ ഇതിൻ്റെ സൗന്ദര്യം ഇത് കണ്ടോ, ഒരു പാട പോലെ വരിക. ഇതങ്ങ് ഈ പരുവാകും, വീണ്ടും അടുത്തത് വരും, അങ്ങ് ഉണങ്ങും. അങ്ങനെ വന്ന ഇത്രയും വലുതായ. അല്ല, ഇതൊരു ഇത്രയുള്ളൊരു തൊണ്ട വെച്ചതാണ്. ഇതും നമ്മുടെ കുപ്പി കൊണ്ടുണ്ടാക്കിയ ഒരു ഇരിപ്പിടം പോലെ അല്ലേ? ഇതും കുപ്പിയാണ്, പൂർണ്ണമായിട്ടും കുപ്പി തന്നെയാണ്. മൊത്തം കുപ്പിയാ. അപ്പൊ ഇത് ഇഷ്ടികയില്ല, ഇത് ഈ ആകൃതിയിലാക്കിയെന്നേ ഉള്ളൂ. ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ എത്ര നാളായി ഇതും ചെയ്തിട്ട്? ഇപ്പൊ 2 വർഷമായി. 2 വർഷമായി, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് പെയിന്റ് ചെയ്യണം. കണ്ടോ, മഴ പെയ്തങ്ങ് ഒരു പായല് പിടിച്ചിട്ടുണ്ട്. ഇതും നമുക്ക് അത്യാവശ്യം കൂടുള്ളതാണ്. ഇതും കുപ്പി തന്നെ ഉപയോഗിച്ചിട്ട് ഇപ്പുറത്തുണ്ടല്ലോ, അപ്പുറം കുപ്പി വെച്ചിട്ടുണ്ട്. അതെ അതെ അതെ. കുപ്പി അടക്കി വെച്ചേക്കുന്ന ഇഷ്ടികയില്ല. സംഭവം സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒന്ന് ഇരുന്ന് നോക്കാം എന്തായാലും. അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് കേട്ടോ, വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇരുന്ന് നോക്കി. എന്തായാലും ഇത് ഒരു പുതിയ അറിവ് തന്നെയാണ്, കുപ്പികൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ അമ്മച്ചിയുടെ ഗാർഡൻ ടൂർ വിശേഷങ്ങൾ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.